ഞാൻ പറഞ്ഞല്ലേ, നാസ്തികം നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നതൊന്നും ഒരു മെച്ചപ്പെട്ട അവസ്ഥയൊന്നുമല്ല. പാവം പിടിച്ച മനുഷ്യർ പലതരത്തിലെ വിശ്വാസങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അവരെ ഒന്നിപ്പിച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കുന്നതാണ് ഏറ്റവും വലുതായിട്ട് മാറേണ്ടത്. വ്യത്യാസങ്ങൾ നിലനിൽക്കെ നിങ്ങളുടെ അമ്മയും അച്ഛനെയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരും നാസ്തികത്വമാണ് മുന്നേ നിൽക്കുന്നത്. അതൊന്നുമല്ല, പലതരം വിശ്വാസങ്ങളുമായി മനുഷ്യരിയ്ക്കുമ്പോഴും ജീവിതത്തിനകത്ത് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കണ്ടെത്തലാണ് ഏറ്റവും വലിയ ഉയർന്ന. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം മണിപ്പൂരിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് അവിടെ ഒരു ക്രിസ്തീയ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുത്ത് ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാക്കി ഭരണം, അല്ലെങ്കിൽ അവിടുത്തെ ഗുജറാത്ത് ചെയ്തതല്ലേ ചെയ്തത്. പക്ഷേ നമ്മുടെ സി രവിചന്ദ്രൻ നാസ്തിക ദൈവം, അദ്ദേഹം പറയുന്നത് നേരെ തിരിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വരികളൊന്നും ഞാൻ കേൾക്കുന്നതിനും തയ്യാറല്ല. നിങ്ങൾ പറഞ്ഞാലോട്ട് ഞാനത് കേൾക്കുകയില്ല. ഞാനത് എടുക്കത്തേ ഇല്ല. രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ കള്ള രാഷ്ട്രീയമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. കപട രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവായിട്ടേ ഇതൊക്കെ പറയാൻ പറ്റൂ, അല്ലാതില്ല. എനിക്ക് അയാളുടെ ഒരു വരിയും കേൾക്കണ്ട. രാഷ്ട്രീയമായി അയാളുടെ ഒരു അജ്ഞനാണ്, അങ്ങനെ അല്ലെങ്കിൽ കപടനാണ്. ഇത് രണ്ടർത്ഥത്തിലേ അത് വരുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം അറിയാവുന്ന ഒരാൾക്ക് ഒരു കാലത്തും പറയാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ലത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് കേരളത്തിൽ 4000, 5000 നാസ്തികർ 5000 പേരെന്ന് പറയുന്ന കേരളത്തിനകത്തെ ഒരു ഊതിയ പറക്കുന്ന നമ്പർ മാത്രമാണ്. ഇവിടുത്തെ ഏത് ഗോത്രത്തലവനും ഇപ്പോൾ ഇവിടുത്തെ എന്താണ് SNDP NSS വിചാരിച്ചാൽ ഇതിനേക്കാളും കൂടുതൽ ആളെ കൂട്ടും. അതുകൊണ്ട് എന്താ കാര്യം? അല്ല, നാസ്തികർ ബുദ്ധി കൂടിയവരല്ലേ? ഒരു ബുദ്ധി അവർക്ക് കൂടുതലില്ല, അവരുടെ ആസനത്തിലായിരിക്കും ബുദ്ധി.